ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിറ്റ്കല സ എന്ന് പറയുന്ന ഒരു അമറിന്ത്യൻ റൈറ്ററിൻ്റെ എ ട്രിപ്പ് വെസ്റ്റ്വേർഡ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ആക്ച്വലി ദിസ് ഇസ് ഫ്രം ദ മൊഡ്യൂൾ ഓഫ് കൾച്ചർ, ട്രഡീഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. സോ വി ക്യാൻ സീ ഹൗ സിറ്റ്കല സ emphasizes the point of these three things in her short story. So this is basically the shortest short story which you have to study, and we can see about Sitkala Sa in detail. She is a writer, editor, musician, teacher and also a political activist. Her birth name was Gertrude Siemens Bonin and she was born in Yankton Sioux Reservation in South Dakota, US. So this is basically an important detail, like where is her home situated എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത്. അതെന്ന് പറഞ്ഞാൽ യാങ്ടൺ ഇന്ത്യൻ റിസർവേഷൻ, ആൻഡ് യു ജസ്റ്റ് ഗോ ത്രൂ ദ ഇൻ്റർനെറ്റ് ആൻഡ് സർഫ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് റിസർവേഷൻ ആൻഡ് ഓൾ. Considering the name of Sitkala Sa, why did she adopt this name? Because it meant red bird and she had a particular affinity towards this name. അവർ സിയോക്സ് റിസർവേഷനിൽ 1884 വരെ ജീവിച്ച ഒരു ആളാണ്. അതിനുശേഷം ക്വാക്കർ മിഷനറീസ് അവരെ റിക്രൂട്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് ഇവർ ബോർഡിംഗ് സ്കൂളിൽ, ദാറ്റ് വാസ് ഇൻ വബാഷ്, ഇൻഡ്യാന, അങ്ങോട്ട് പോയി അവിടെയാണ് പഠിച്ചതും ഒക്കെ. ദെൻ ലേറ്റർ ഓൺ വി ക്യാൻ സീ ഷീ അറ്റൻഡഡ് ഏർൽഹാം കോളേജ് ഇൻ റിച്ച്മണ്ട് ആൻഡ് ബിക്കെയിം എ മ്യൂസിക് ടീച്ചർ അറ്റ് പെൻസിൽവാനിയ കാർലിസിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സ്കൂൾ. അതിനുശേഷം ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ദ അറ്റ്ലാന്റിക് മന്ത്ലി, അതുപോലെ തന്നെ ഹാർപ്പേഴ്സ് മന്ത്ലിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരെപ്പോഴും യൂസ് ചെയ്ത നെയിം എന്ന് പറഞ്ഞാൽ സിറ്റ്കല സ എന്ന് പറയുന്ന നെയിമാണ്. അവരുടെ ഒറിജിനൽ നെയിം അവർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പല പല ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. അത് എപ്പോഴും ഇവരെന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ എടുത്തു കാണിക്കുന്ന രീതിയിലാണ് ഇവർ ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുള്ളത്. ഒരു ഡൊമിനൻറ്റ് ആംഗ്ലോ അമേരിക്കൻ കൾച്ചറിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഇവർ എഴുതുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ പേജ് നമ്പർ 80 ടുവേർഡ്സ് ദ മിഡിൽ ഫസ്റ്റ് പാരഗ്രാഫ്. യു ക്യാൻ സീ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് ആൻ എസ്സേ, യു ഹാവ് ടു റൈറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് അവർ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു ആംഗ്ലോ അമേരിക്കൻ കൾച്ചർ അവരിൽ ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവരൊരിക്കലും അത് തയ്യാറായിരുന്നില്ല. അവർ 1900s ആഫ്റ്റർ ഓൾമോസ്റ്റ് 16 years ഷീ ഗോസ് ബാക്ക് ടു യാങ്ടൺ റിസർവേഷൻ ടു റിക്രൂട്ട് സ്റ്റുഡൻസ്. അറ്റ് ദാറ്റ് ടൈം ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷനുണ്ട്, ഇവരുടെ റിയൽ ലൈഫ് സ്റ്റോറിയുമായിട്ട് ഇവർക്ക് റിലേഷനുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ദ ട്രിപ്പ് വെസ്റ്റ്വേർഡ് എന്ന് പറയുന്നത് അവരുടെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ട്രിപ്പ് വെസ്റ്റ്വേർഡിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഇങ്ങനെ അവരുടെ അമ്മയെയും ബ്രദറിനെയും കാണാൻ വേണ്ടി റിസർവേഷനിലേക്ക് തിരിച്ചു വരുന്ന ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഈ ഒരു എ ട്രിപ്പ് വെസ്റ്റ്വേർഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് എ റിലേഷൻ ടു ദിസ് autobiographical element of Sitkala Sa. Later on we can see that she collected short stories from Native Americans on the reservation and published them in Old Indian Legends. In 1902 she married Captain Raymond Tailface Bonin, who was half Euro American and half Sioux, and they moved to a reservation in Utah. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അവരെ പറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് കുറേ വർക്ക്സ് ആണ്. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഇൻ പേജ് നമ്പർ 80 ഇഫ് യു വാണ്ട്. ആൻഡ് ഓൾസോ അവർ ലാസ്റ്റ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്, ബെറ്റർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ, റെക്കഗ്നീഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നേറ്റീവ് അമേരിക്കൻ കൾച്ചർ. അപ്പോൾ ആ ഒരു അമേരിക്കൻ കൾച്ചറിനെ പ്രിസർവ് ചെയ്യാനാണ് ഇവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ സീ ലേറ്റർ ഓൺ ഇൻ ദ next paragraph it is clear that American Indian stories എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ നിന്നാണ് 1921 ആണ് ആ കളക്ഷൻ ആ ഈ ഒരു കറണ്ട് പാസേജ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സിറ്റ്കല സ അവർ തിരിച്ച് റിസർവേഷനിലേക്ക്, അതായത് യാങ്ടൺ ഇന്ത്യൻ റിസർവേഷൻ, പ്ലീസ് അത് മറക്കരുത്, ആ ഒരു റിസർവേഷനിലേക്ക് തിരിച്ചു പോയ സമയത്ത് ഉള്ള ഒരു ജേർണി ഓർക്കുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഈ എ ട്രിപ്പ് വെസ്റ്റ്വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അമേരിക്കൻ ഇന്ത്യൻ സ്റ്റോറീസ് എന്ന് പറയുന്ന ബുക്കിനകത്തെ ഒരു ചാപ്റ്റർ ആൻഡ് ഇന്ത്യൻ ടീച്ചർ എമംഗ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ചൊരു പാസേജ് മാത്രമേ, അതായത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ഒരു ഏകദേശം ഒരു 5 അല്ലെങ്കിൽ ഒരു ഏകദേശം 10 പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ഒരു സ്റ്റോറിയാണ്. സോ ദിസ് ഇസ് നോട്ട് എ ചാപ്റ്റർ, ദിസ് ഇസ് ആക്ച്വലി ആൻ ഇന്ത്യൻ ടീച്ചർ എമംഗ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് അടർത്തിയെടുത്തതാണ്.
എന്ന് നമ്മൾ ഓർക്കുക. ദെൻ ഒരു വലിയ ലോങ് ജേർണിക്ക് ശേഷം സിറ്റ്കലാസ സ്വന്തം വീട്ടിലെത്തുകയാണ്. ആൻഡ് അവരുടെ അമ്മയും ഞാൻ പറഞ്ഞു ബ്രദറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഡാവി. യു ക്യാൻ റീഡ് ഇറ്റ് ആസ് ഡാവി ഓർ ഡോവി. It is spelled as DAWEE and he was a government clerk. അയാളുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് മാന് ഇദ്ദേഹത്തിൻ്റെ ജോലി കൊടുക്കുകയാണ്. That means an order came and he lost his job to a white man. And അതുകൊണ്ടാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവർ എഴുതുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ, യു ക്യാൻ ജസ്റ്റ് സർഫ് ടു ദ നെറ്റ് അബൌട്ട് യാങ്ടൺ ഡക്കോട്ട അണ്ടർ ഡാവിസ് ആക്ട് ഓഫ് 1877. ആ ഒരു ലാൻഡ് ഒക്കുപ്പൈയിങ് ആക്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽ ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി ലെങ്തി. വൈറ്റ് സെറ്റിലേഴ്സ് അവർക്ക് കൊടുത്ത ലാൻഡ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു കാര്യമൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, യാങ്ടൺ ഡക്കോട്ടയ്ക്ക് കൊടുത്ത ലാൻഡ് വൈറ്റ് സെറ്റിലേഴ്സ് ഒക്കുപ്പൈ ചെയ്യുന്നു, അവരുടെ ജോബ്സ് തട്ടിയെടുക്കുന്നു. അതൊക്കെയായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ദെൻ വി ക്യാൻ സീ ദാറ്റ് ദ ഷോർട്ട് സ്റ്റോറി എ ട്രിപ്പ് വെസ്റ്റ്വേർഡ് ബിഗിൻസ് വിത്ത് ഹൗ സിറ്റ്കലാസ ഈസ് കമ്മിങ് ബാക്ക് ടു ഹർ റിസർവേഷൻ. തിരിച്ച് അവരുടെ റിസർവേഷനിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഇവർ ഓർക്കുന്നുണ്ട്. ഇവർ വരുന്നത് ഷീ കംസ് ത്രൂ ഒരു ട്രെയിനിലാണ് വരുന്നത്. ട്രെയിനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ് ആദ്യം ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബിക്കോസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് വെരി സ്റ്റിക്കി. അതായത് നമുക്കിപ്പോൾ ചൂട് എടുക്കുന്ന സമയത്ത് കുറേ ചൂടെടുത്ത് നമ്മൾ ഫാനൊക്കെ ഇട്ട് ഇരിക്കുമെങ്കിൽ പോലും കുറേ കഴിയുമ്പോൾ വി വിൽ ഫീൽ ലൈക്ക് അവർ സ്കിൻ ഇസ് സ്റ്റിക്കി അല്ലേ, നമ്മളുടെ സ്റ്റിക്കിയാണ്. പിന്നെ നമ്മൾ പോയി ഒരു ഷവറൊക്കെ എടുത്ത് കഴിയുമ്പോഴേ നമ്മൾ എന്താണ് സ്റ്റിക്കിനെസ് മാറത്തുള്ളൂ. അപ്പോൾ ആ ഒരു നമ്മൾ വെളിയിൽ പോയിട്ട് വരുമ്പോൾ ആ ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലാണ് സിറ്റ്കലാസ ഈസ് ട്രാവലിംഗ് ടു ഹർ റിസർവേഷൻ ഇൻ എ കാറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഷീ ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് വെരി മച്ച് ഹോട്ട്. ഭയങ്കര ഹോട്ടാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് ഇൻറ്റൻസ് ഹീറ്റ് ഇസ് ദെയർ ആൻഡ് ദ കാർ ഈസ് സ്റ്റിക്കിയാണ്. ആൻഡ് ഓൾസോ സ്മോക്ക് ഈസ് ദെയർ, സ്മോക്ക് ഉണ്ട്. ആൻഡ് ഇറ്റ് ഫോളോഡ് ഹർ ഹോംവേർഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു ജേണിയാണ് ഹോംവേർഡ് ട്രയൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിലോട്ട് പോകുന്ന അവസ്ഥയിൽ തന്നെ നല്ല ചൂടൊക്കെ ആണെങ്കിൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കാണുമെങ്കിൽ പോലും ലൈക്ക് ഈ ഒരു ചൂട് കാരണം നമ്മളുടെ ഉള്ള ജീവനൂടെ ഉള്ള ഉന്മേഷം കൂടെ അങ്ങ് നഷ്ടപ്പെടുകയാണ്. ആ വൈറ്റാലിറ്റി വി ആർ ലൂസിങ് അവർ വൈറ്റാലിറ്റി ബിക്കോസ് ഓഫ് ദ ഇൻറ്റൻസ് ഹീറ്റ് എന്നാണ് ഈ ഒരു സിറ്റ്കലാസ പറയുന്നത്. ദെൻ ഷീ സോ ദാറ്റ് ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവർ പറയാണ് ഹെർ കൺട്രി വാസ് റിസൈഡിങ് റാപ്പിഡ്ലി ഫ്രം മീ. ദാറ്റ് മീൻസ് ആ ഒരു പച്ചപ്പ്, ആ ഒരു ഗ്രീനറി അവളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ആ ഒരു ഓരോ സ്ഥലങ്ങൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി സീ ദാറ്റ് ദ ഗ്രീനറി ഈസ് റിസീഡിങ്. ഗ്രീനറി കുറയുകയാണ്. ആ ഒരു ഹൊറൈസന് ഫോറസ്റ്റ് മാറി പ്ലെയിൻ ആക്കി മാറുകയാണ്. ഫോറസ്റ്റ് ഒരുപാട് കാടുള്ള സ്ഥലത്ത് നിന്ന് പ്ലെയിൻസ്, അവിടെ ജസ്റ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ മരങ്ങളോ അധികമൊന്നും ഇല്ലാത്ത സ്ഥലമായിട്ട് മാറുകയാണ്. ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഇൻ ടു പ്ലെയിൻസ്. ഫ്രം ഫോറസ്റ്റ് ഇറ്റ് ഈസ് ലൈക്ക് ഗ്രാജുവൽ റിസീഡിങ് ഓഫ് ദി ഫോറസ്റ്റ് ഇൻ ടു പ്ലെയിൻസ്. റിസീഡിങ് മീൻസ് കുറയുകയാണ്. ആ ഒരു ഫോറസ്റ്റിൽ നിന്ന് പ്ലെയിനായിട്ട് മാറും. നമുക്ക് അറിയാമല്ലോ, ചിലപ്പോൾ ചില ഇടത്ത് നല്ല മരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുൾ പ്ലെയിൻസ് ആണ്. PLAINS. And also we can see വലിയ great buildings whose towers overlook the dense woodlands and whose gigantic clusters formed large cities diminished. So we can see ആ ഒരു സമയത്ത് വലിയ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ടവേഴ്സ് ഉണ്ടായിരുന്നു. വുഡ്ലാൻഡിനെ കാട്ടി അപ്പുറം മേളിൽ നിൽക്കുന്ന ടവേഴ്സ് ഉണ്ടായിരുന്നു, ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അവർ ഒരു കൂട്ടമായിട്ട് ഒരു ജൈജാൻറ്റിക് ക്ലസ്റ്ററായിട്ട് സിറ്റി ഉണ്ടാവും അല്ലേ. ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാവുന്ന സമയത്ത് അത് ഒരു ക്ലസ്റ്ററായിട്ട് ഒരു കൂട്ടമായി രൂപീകരിച്ച് സിറ്റിയായിട്ട് മാറി. അതല്ല ഡിമിനിഷ് ചെയ്യുകയാണ്. അതിൻ്റെ എല്ലാം ആ ഒരു എക്സ്റ്റെൻറ്റ് മാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ സിമ്പിളായിട്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ഈ ഒരു കാറ് ഓടിച്ച് പോവുകയാണ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ടുഗദർ വിത്ത് ദ ഗ്രൂവ്സ് അൺടിൽ only little low cabins lay snugly in the bosom of a vast prairie. Now അവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് only some little low cabins എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്താണ് ക്യാബിൻ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡ്വെല്ലിംഗ് മെയ്ഡ് ഫ്രം ലോഗ്സ് വെച്ചിട്ട് ഈ ഉണ്ടാക്കിയേക്കുന്ന ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ക്യാബിനാണ്. പിന്നെ പ്രയറി മീൻസ് എ ടേം എസ്പെഷ്യലി ഇൻ നോർത്ത് അമേരിക്ക ഫോർ എക്സ്റ്റെൻസീവ് ഏരിയ ഓഫ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ഗ്രാസ് ലാൻഡ്സ് വിത്ത് ഫ്യൂ ട്രീസ്. പ്ലെയിൻസ് പോലെ തന്നെ ട്രീസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു സ്ഥലമാണ് പ്രയറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയറി ലോ ക്യാബിൻസിൽ
ഇവർ എത്തിയേക്കാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് ക്ലൗഡ് ഷാഡോസ് വിച്ച് ഡ്രിഫ്റ്റഡ് അബൌട്ട് ഓൺ വേവിങ് യെല്ലോ ഓഫ് ലോങ് ഡ്രൈഡ് ഗ്രാസസ് ത്രിൽഡ് മീ ലൈക്ക് മീറ്റിംഗ് ഓൾ ഫ്രണ്ട്സ്. പെട്ടെന്ന് ഇവർ കാണുകയാണ് ലോങ് ഡ്രൈഡ് ഗ്രാസസ്, ഉണങ്ങി നിൽക്കുന്ന വലിയ നമ്മളിങ്ങനെ നിൽക്കുന്ന ഗ്രാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, മേളിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഗ്രാസ് കാണുന്ന സമയത്ത് അത് ഉണങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ പച്ചയല്ല, യെല്ലോയിഷ് കളറാണ്. അതിങ്ങനെ കാറ്റ് താടുന്ന സമയത്ത് ഇവൾ ചിന്തിക്കുകയാണ്, ഷീ ബിക്കംസ് നൊസ്റ്റാൾജിയ. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ആഫ്റ്റർ 16 years ഷീ ഈസ് കമ്മിങ് ബാക്ക് ടു ഹർ ഹോംലാൻഡ് അല്ലെങ്കിൽ റിസർവേഷൻ. അപ്പോൾ ആ ഒരു വീടടുത്ത് എത്താറായി എന്നുള്ളൊരു സൂചനയാണ് ഇവൾ ഈ ലോങ് ഡ്രൈഡ് ഗ്രാസ് കാണുമ്പോൾ. അപ്പം ഷീ thinks that she have met a old friend. ഒരു ഓൾഡ് ഫ്രണ്ടിനെ കണ്ട പോലെ ഇവൾക്കൊരു തോന്നൽ ഉണ്ടാവും. Now next paragraph we can say that ഇവർ ഈ ഒരു എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ she entered the reservation. അതിനു മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്മോൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഫ്രെയിം ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു. സിംഗിൾ ഫ്രെയിമേഴ്സ് ആണ്, ചെറിയൊരു ബ്രോഡ് വാക്ക് ആണ് അവിടെ ഉള്ളത്, വളരെ നാരോ പാത്ത് ഫോർ പെഡസ്ട്രിയൻസ് ആണ്. അപ്പോൾ ആ ഒരു അയൺ ഹോസിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. റെയിൽ റോഡ് സ്റ്റീം ലോക്കോമോട്ടീവ്, ദാറ്റ് മീൻസ് എ ട്രെയിൻ. അത് ജസ്റ്റ് അവരുടെ അമ്മയും ബ്രദറും താമസിക്കുന്നതിൽ നിന്ന് 30 മൈൽ അകലെയാണ് ആ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇമാജിൻ 30 മൈൽസ് എവേ ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഷീ ക്യാൻ സീ ദാറ്റ് ഒരു ഹോട്ട് വിൻഡ്, അതായത് തണുത്ത കാറ്റൊന്നുമല്ല, നല്ല ചൂട് കാറ്റ് അവരുടെ ഇങ്ങനെ അടിച്ച സമയത്തേക്ക് അവരുടെ തലയിലൊരു തൊപ്പി ഉണ്ടായിരുന്നു, ഹാറ്റ് ഉണ്ടായിരുന്നു. ആ ഹാറ്റ് ഇങ്ങനെ പറന്നു പോവുകയാണ്. ആ ഒരു പറക്കുന്ന സമയത്ത് ഇവർ ആലോചിക്കുകയാണ്, പണ്ട് ഇതുപോലെ ഇവർ ഹിൽസിലൂടെ ഇങ്ങനെ ഹാറ്റൊന്നും വെക്കാതെ നടക്കുന്ന സമയത്ത് ഇവരുടെ മുടിയൊക്കെ ഇങ്ങനെ പറക്കുന്ന ഓൾഡൻ ഡേയ്സ് നല്ല നല്ല നൊസ്റ്റാൾജിയ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ ഓർക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ദ എൻജിൻസ് പഫിങ് എൻജിൻ, അതായത് ട്രെയിൻ പോയി ഇവരവിടെ നിൽക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതായത് ആരും അവിടെ ഒന്നും ഇല്ല. ആ ഒരു ഡിസ്റ്റൻസിൽ അവർ കാണുന്നുണ്ട് അവരുടെ വീട്. അവർക്ക് ഇങ്ങനെ അവർ ഊഹിച്ചെടുക്കുകയാണ്, ആ ഹിൽസിൻ്റെ അപ്പുറത്ത് എൻ്റെ വീടാണല്ലോ എന്നിവരിങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം ഇവരിങ്ങനെ നടന്ന് നീങ്ങുന്ന സമയത്ത് ഒരു ഗ്രേ റോഡ് അതിൻ്റെ ചുറ്റിനും, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റിനും ഒരു റോഡുണ്ട്. ആ ഒരു റോഡിൻ്റെ അതിലേക്കൂടെയാണ് ഡ്രൈവറിൻ്റെ ഒപ്പം ഞാനിങ്ങനെ ഒരു ലൈറ്റ് കൺവെയൻസ് മീൻസ് ഈ ഒരു കാറിൽ, അതായത് ഞാനിങ്ങനെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, കൺവെയൻസ് മീൻസ് ട്രാൻസ്പോർട്ട്, ഇറ്റ് ഈസ് എ വെഹിക്കിൾ. ആ ഒരു വെഹിക്കിളിൽ ഞാനിങ്ങനെ ഒരു ഡ്രൈവറിൻ്റെ കൂടെ ഇങ്ങനെ യാത്രയാകുകയാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു റീക്യാപ്പാണ്, അവർ വന്ന ഒരു കാര്യം പറയുകയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ മോർണിംഗിലാണെങ്കിൽ ഭയങ്കര ഉന്മേഷത്തോടുകൂടി ഇവർ വെളിയിലൊക്കെ ഇങ്ങനെ കാറിൻ്റെ വിൻഡോയുടെ അതിലേക്കൂടി ഇങ്ങനെ ഇവർ നോക്കുമ്പം ഓൾഡ് ഫെമിലിയർ ഹിൽസ് കാണുന്നു. അതുപോലെ ഒരുപാട് കാഴ്ചകൾ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണുന്നു. ബട്ട് ബൈ റോഡ് സൈഡ് ഐ caught glimpses of various plants whose sweet roots were delicacies among my people. പിന്നീട് അവർ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ സൈഡിൽ കുറേ പ്ലാന്റ്സ് നിൽപ്പുണ്ട്. അതിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് റൂട്ട്സ് ആണ്. അത് എൻ്റെ ആൾക്കാരുടെ ഇടയിൽ അത് നല്ല ഫുഡാണ്, ഡെലിക്കേസിയാണ്, വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ആൻഡ് ഓൾസോ ഷീ സോ ഫസ്റ്റ് കോൺ ഷേപ്ഡ് വിഗ്വാം. വാട്ട് ഈസ് വിഗ്വാം? നേരത്തെ നമ്മൾ പറഞ്ഞൊരു ക്യാബിൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ വിഗ്വാം എന്ന് പറഞ്ഞാൽ എ ഡ്വെല്ലിംഗ് ഹാവിങ് ആൻ ആർച്ച്ഡ് ഫ്രെയിം വർക്ക് ഓവർലേഡ് വിത്ത് ബാർക്ക് ഹൈഡ്സ് ഓർ മാറ്റ്സ് യൂസ്ഡ് ബൈ നേറ്റീവ് അമേരിക്കൻസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവർ താമസിക്കുന്ന ഒരു നമ്മളുടെ വീട് എന്ന് പറയുന്ന പോലെ അവരുടെ വിഗ്വാം, കുടിലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വിഗ്വാം എന്നാണ് അവർ പറയുന്നത്. ജസ്റ്റ് ഒരു നെറ്റിൽ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യത്തെ വിഗ്വാം കോൺ ഷേപ്ഡ് വിഗ്വാം ആണ് ഇവരുടെ കോണിൻ്റെ ഷേപ്പിലുള്ളത്. അവൾ കിടന്ന് അലയ്ക്കാൻ തുടങ്ങി. അതായത് അവളുടെ ഇപ്പോൾ നമ്മുടെ വീട് അടുക്കാൻ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ 10-16 വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളും ഇതുപോലെ ആയിരിക്കും. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മളെന്ത് ചെയ്യുന്നു, അവൾ ഉടനെ തന്നെ അവളെ എക്സ്ക്ലെയിം ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ചാടുന്നു. ഡ്രൈവർ പകുതി ഉറക്കത്തിലൊക്കെ ആയിരുന്നു വണ്ടി ഓടിക്കുന്നത് അല്ലേ, ആ സമയത്ത് ഡ്രൈവർ ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എന്തുകൊണ്ടാണ് ഡ്രൈവർ എന്ന് വെച്ചാൽ ബിക്കോസ് വെൻ ഷീ സോ ദി ഫസ്റ്റ് കോൺ ഷേപ്ഡ് വിഗ്വാം ഷീ ജംപ്ഡ് ഔട്ട് ഓഫ് ജോയ്. ആൻഡ് ഇവർ രാവിലെ തന്നെ ഇറങ്ങിയതാണ്, പക്ഷേ 30 മൈൽ താണ്ടണമല്ലോ. അതിനുശേഷം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ റിസർവേഷൻ്റെ ഈസ്റ്റേൺ എഡ്ജിലോടൊക്കെ എത്തിയ സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുകയാണ്, വീട് കാണാനായിട്ടും ഇൻപേഷ്യൻ്റ് ആയിട്ട് കൊണ്ട് മാറുകയാണ്. കോൺസ്റ്റൻ്റ്ലി ഇവൾ വിചാരിക്കുകയാണ് വാട്ട് മൈ മദർ വുഡ് സേ അപ്പോൾ സീയിങ് ഹർ ലിറ്റിൽ ഡോട്ടർ, അതായത് കൊച്ചു പ്രായത്തിൽ അവളെ പറഞ്ഞു വിട്ടയാണ്. അതായത് 1876 അവരുടെ ജനനം. 1884 എന്ന് പറയുമ്പം ഷീ വാസ് ഓൺലി 8 years old. 8 years old ആയപ്പോഴാണ് അവൾ പോകുന്നത്. പിന്നീട് 1900s വരുമ്പോഴത്തേക്ക് വി ക്യാൻ സീ ഷീ ഈസ് 24 സംതിങ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു സമയത്ത്
വി ക്യാൻ സീ ഹൗ എക്സൈറ്റഡ് ഹർ മദർ വിൽ ബി. കുഞ്ഞിലെ വിട്ടതാണ്, ഇത്രയും വർഷത്തിന് ശേഷം വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്നെക്കുറിച്ച് എന്തൊക്കെ സംസാരിക്കും, എൻ്റെ അമ്മ സർപ്രൈസ് ആവുമായിരിക്കും. കാരണം അമ്മയോട് പറഞ്ഞിട്ടില്ല ഇവൾ തിരിച്ചു വരുന്ന കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിനുശേഷം അവളുടെ വീട് അടുക്കാറായപ്പോഴത്തേക്ക് ലോ ഷ്രബ്സ്, പ്ലം ബുഷസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ ഷീ സോ എ ലാർജ് ഏക്കർ ഓഫ് വൈൽഡ് സൺഫ്ലവേഴ്സ്. സൺഫ്ലവേഴ്സിൻ്റെ ഇങ്ങനെ ഒരു കൂട്ടം, ഒരേക്കറെല്ലാം കണ്ട് അത് അവൾക്ക് മനസ്സിലായി. അതിന് ശേഷമാണ് എൻ്റെ അമ്മയുടെ കോട്ടേജ്, എൻ്റെ അമ്മയുടെ സ്ഥലം എന്ന് ഇവർക്ക് മനസ്സിലായി, അമ്മയുടെ വീട് എന്ന് ഇവർക്ക് മനസ്സിലായതിന് ശേഷം അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു ലോ ക്യാബിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ കണ്ടു ഒരു ചെറിയ ക്യാൻവാസ് കവേർഡ് വിഗ്വാം ആയിരുന്നു അവളുടെ വീട്. ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടുക, 82, പേജ് നമ്പർ 82, സെക്കൻഡ് പാരഗ്രാഫ്. എ ക്യാൻവാസ് കവേർഡ് ലിറ്റിൽ വിഗ് വാമായിരുന്നു, കൊച്ചൊരു വിഗ് വാമായിരുന്നു. അത് അവളുടെ ഇപ്പോൾ വീടിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതണം, കോട്ട് ചെയ്ത് എഴുതുക. ദ ഡ്രൈവർ സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓപ്പൺ ഡോർ. ഈ ഓപ്പൺ ഡോറാണ്, അവിടെ ഒരു ഡോറൊന്നുമില്ല. ഈ ഡോറ് ഇങ്ങനെ സീസ് ദാറ്റ് അവൾ ഇങ്ങനെ അമ്മ അകത്ത് കാണും എന്നിങ്ങനെ വിചാരിച്ച് ഒരു ലോങ് മൊമെൻറ്റ് അവൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അതേ ഇങ്ങനെ കഥവിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല, അമ്മ സ്കൂളിൽ പോവാതെ പഠിക്കാത്ത ഒരാളാണ്. ആൻഡ് ഓൾസോ അവരുടെ കസ്റ്റംസ് ഷീ യൂസ് ടു ഗീവ് അപ്പ് ഹെർ ഓൺ കസ്റ്റംസ് ഫോർ ദ വൈറ്റ് മാൻസ് വേസ്. വൈറ്റ് മാൻ്റെ കാര്യങ്ങൾ ഉള്ള സമയത്ത് വൈറ്റ് മാൻ്റെ വേസ്, കസ്റ്റംസ് എല്ലാം ഈ അമ്മ ഫോളോ ചെയ്യുമായിരുന്നു. ബിക്കോസ് ഷീ ഒൺലി മെയ്ഡ് കോംപ്രമൈസസ്. അതായത് എനിക്ക് ഈ കൾച്ചർ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് ഒരിക്കലും അമ്മ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെർ 2 വിൻഡോസ്. ഇനി ഈ ഒരു വീടിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 വിൻഡോസ്. ഇറ്റ് ഇസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വിൻഡോസ് ആണ്. ആൻഡ് ഓൾസോ കർട്ടനുണ്ട്, പിങ്ക് ഫ്ലവേർഡ് പ്രിൻ്റ് ഉള്ള ഒരു കർട്ടനും അവിടെ ഉണ്ട്. ആൻഡ് ദ നേക്കഡ് ലോഗ്സ് വെർ അൺസ്റ്റെയിൻഡ്. അതായത് ലോഗ്സ്, ഈ തടി, ഈ പില്ലർ പോലെ ഉള്ള സാധനമാണ്, അവർ ലോഗ്സ് ആണ്, തടികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു തടി എന്ന് പറഞ്ഞാൽ അൺസ്റ്റെയിൻഡ് ആണ്, ഒരിക്കലും പോളിഷ് ചെയ്തതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പണിത് വെച്ചിരിക്കുന്നതല്ല, റൂഡ്ലി ക്രാഫ്റ്റ്, ചുമ്മാ ഇങ്ങനെ കാവ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. വിത്ത് ആൻ ആക്സ് സോസ് ടു ഫിറ്റ് ടു വൺ അദർ. ചുമ്മാ ജസ്റ്റ് നമുക്ക് അറിയാമല്ലോ, ഒരു നമ്മളൊരു അലമാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കബ്ബോർഡോ ഒക്കെ പണിയണമെങ്കിൽ ചുമ്മാ തട്ടിക്കൂട്ടി പണിയുന്ന പോലെ ഒന്നുമില്ല, നല്ലതായിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് ഷാർപ്പൺ ചെയ്ത് നല്ല രീതിയിലുള്ളൊരു ഷേപ്പിലാക്കി മാറ്റുന്നത് നമുക്കറിയാം. അപ്പോൾ അതുപോലെയോ അല്ല, ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു ഒപ്പിക്കൽ പരിപാടി എന്ന് പറയുന്ന പോലെ ഒപ്പിച്ച് വെച്ചേക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് ഈ ലോഗ്സ് എന്ന് പറഞ്ഞാൽ. Then next thing is that the sod roof was trying to boast of the tiny little sunflowers. Sod means grown and cut specifically for a lawn. അപ്പോൾ ആ ഒരു ലോണിന് വേണ്ടിയുള്ള അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ ടൈനി സൺഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. പക്ഷേ ഒരിക്കലും അമ്മ സൺഫ്ലവേഴ്സിൻ്റെ സീഡ് എടുത്ത് പ്ലാന്റ് ചെയ്തതൊന്നുമല്ല. പിന്നെയോ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു വിൻഡ്, നമുക്കറിയാലോ, വിൻഡ് വെച്ചിട്ട് പോളിനേഷനൊക്കെ നടക്കുന്നത് നമുക്കറിയാം. സോ ആ ഒരു കാര്യമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വിൻഡ് കാരണമാണ് അവിടെ നിന്ന് എവിടെയോ സീഡൊക്കെ വന്ന് പ്രോബബ്ലി അവിടെ വീണ് ഈ ടൈനി സൺഫ്ലവേഴ്സ് ഉണ്ടായതായിരിക്കും എന്ന് ഇങ്ങനെ സിറ്റ്കലസ ഓർക്കുകയാണ്. ആസ് ഐ leaned my head against logs, I discovered the peculiar odor that I could not forget. ഞാൻ എൻ്റെ തല ഇങ്ങനെ ലോഗ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മണത്ത് നോക്കിയപ്പം എനിക്കൊരു ഭയങ്കര മറക്കാനാവാത്ത ഒരു സ്മെല്ല് കിട്ടി. The rains had soaked the earth and roof, so that smell of damp clay was but natural birth of such dwelling. അതായത് അവളുടെ വീട്ടിൽ വിഗ്വാമിൽ പോകുമ്പോൾ, ഇപ്പം നമുക്കറിയാം ചിലരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ അതായത് ഒരു സ്മെല്ലുണ്ടാവും, അത് ആ ഒരു വീടിൻ്റെ ഒരു സ്മെല്ലാവുമെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവളുടെ ഡാം ക്ലേ ഇങ്ങനെ അവർക്ക് സ്മെല്ല് കിട്ടുന്നു. അപ്പോൾ അവളുടെ വീടിൻ്റെ ഓർമ്മ, ആ ഒരു നൊസ്റ്റാൾജിയയിൽ അവൾ വീണ്ടും പോയേക്കുവാണ്. അപ്പോൾ ഇവൾ ഇങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് എ പെക്യുലിയർ ഓർഡർ. ആൻഡ് അപ്പോൾ അവൾ ആലോചിക്കുന്നു പണ്ടും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയാണ്. അപ്പം ഇവളെടുത്ത വയലാമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്താണ് നമ്മളുടെ വീട് സിമെൻറ്റ് ചെയ്യാത്തത്, അല്ലേ? ഡാം ക്ലേ എന്ന് പറയുമ്പോൾ താഴെയൊക്കെ മണ്ണ് ഒക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് നമ്മളുടെ വീട് സിമെൻറ്റ് ചെയ്യാത്തത്, എന്താണ് കുറച്ചുകൂടെ ഒരു നല്ല വീട്, കംഫർട്ടബിൾ ഷെൽട്ടർ നമുക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവക്കറിയില്ല. ഫോർ ദി അപ്പാരൻറ്റ് ഇൻകൺവീനിയൻസസ് ഓഫ് ഹെർ ഓൺ ഹോം, അതായത് സീം ടു സജസ്റ്റ് ഇൻഡിഫറൻസ് ഓൺ ഹർ പാർട്ട്. അതായത് ഇവൾ പോലും അന്വേഷിച്ചിട്ടില്ല വീടിനെ പറ്റി, അല്ലെങ്കിൽ ഒന്നും തിരക്കിയിട്ടൊന്നും ഇല്ല വീടിൻ്റെ കാര്യമൊന്നും. എന്നിട്ട് പോലും ഇവൾ ജസ്റ്റ് ഷീ ഈസ് പ്ലെയിൻലി ആസ്കിങ് ഹെർ മദർ. അപ്പോഴത്തേക്ക് യു ഫോർഗോട്ട് മൈ ചൈൽഡ് ദാറ്റ് ഐ എം നൗ ഓൾഡ്. അപ്പോൾ അമ്മ പറയാണ് എടുത്ത വായിൽ, ഞാൻ പ്രായമുള്ള ആളാണെന്ന് നീ മറന്നുപോയോ കുഞ്ഞെ? ഞാൻ ഇപ്പം ഐ ഡോണ്ട് ഡു വിത്ത് ബീഡ്സ് എനിമോർ. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ദ മീനിങ് ഈസ് ദാറ്റ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ മുത്ത്, ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു ഈ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഫാഷനിങ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം സീക്രട്ട് ടാസ്ക് ആയിരുന്നു, ഒരു കൾച്ചർ
റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. ആൻഡ് വിമൻ വെയർ ഓൺലി അലൗഡ് ടു ക്രിയേറ്റ് ബീഡ്സ് ഈ മുത്ത് ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു. അപ്പം ഞാൻ പ്രായമാണ്, ഞാനിപ്പോൾ അങ്ങനെ ജ്വല്ലറി ഉണ്ടാക്കാറില്ലെന്ന് ഇവൾ പറയുകയാണ്. യുവർ ബ്രദർ ഡോവി ടു ഹാസ് ലോസ്റ്റ് ഹിസ് ജോബ്. അപ്പം ബ്രദറിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഒരു തുള്ളി ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയാണ്, ഒരു തുള്ളി ആഹാരമോ വെള്ളമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്, ഒരു ശകലം പോലും ഫുഡ് ഞങ്ങൾക്കിപ്പം ഇല്ല, ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഡോവി വാസ് എ ഗവൺമെൻറ് ക്ലർക്ക് ഇൻ അവർ റിസർവേഷൻ വെൻ ഐ ലാസ്റ്റ് ഹേർഡ് ഫ്രം ഹിം. അവസാനം ഇവിടെ കേട്ട സമയത്ത് ഡോവി എന്ന് പറയുന്ന ബ്രദർ ക്ലർക്കായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഹീ ഈസ് നൗ അൺഎംപ്ലോയിഡ് ബിക്കോസ് ഡോവി ഹി ഹാസ് നോട്ട് ടോൾഡ് യു അബൌട്ട് ഗ്രേറ്റ് ഫാദർ ഓഫ് വാഷിങ്ടൺ. അതായത് പ്രസിഡൻറ്റ് ഓഫ് അമേരിക്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ജോബ് ഇവനിൽ നിന്ന് തട്ടിപ്പറിച്ച് എന്ത് ചെയ്തു, വേറൊരു അമേരിക്കക്കാരന് കൊടുത്തു, ഒരു വൈറ്റ് മാന് കൊടുത്തു. അതായത് ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ നേറ്റീവ് അമേരിക്കൻസ് അവർ തമ്മിലുള്ളൊരു ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദിസ് short story is intended to highlight how this culture is different. Native Americans is different from the American culture. Anglo-American culture ഇങ്ങനെ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ അമ്മ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്തെങ്കിൽ പോലും ഈ ഡോവിയുടെ ജോലി അവിടെ നഷ്ടപ്പെടുകയാണ്. ബിക്കോസ് ദ പ്രസിഡൻറ്റ് ഓഫ് അമേരിക്ക ഹാസ് സെൻറ്റ് എ വൈറ്റ് സൺ ടു ടേക്ക് ദ ജോബ് ഓഫ് ദി സൺ. ആരാണ്? നമ്മളുടെ ഡോവിയുടെ ജോലി തട്ടിപ്പറിച്ച് ആർക്ക് കൊടുത്തേക്കാണോ, ഒരു വൈറ്റ് മാന് കൊടുത്തേക്കാണ്. നമുക്കറിയാലോ അതൊക്കെ ഒരു കാര്യം, ജോലി സ്വന്തം കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നത് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ദി കേസ്. അപ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണുന്നുണ്ട്. ഡോവി അതിനുശേഷം അവന് ഈസ്റ്റേൺ സ്കൂളിൽ അവൻ പഠിച്ച ജോലി കിട്ടിയതാണ്. ഈസ്റ്റേൺ സ്കൂളിൽ ലഭിച്ച എഡ്യൂക്കേഷൻ ഇതുവരെ അവന് വിനിയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ആൻഡ് ഇവർക്ക് ഇത് കേട്ടിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് ഒരു ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവൾ ദേഷ്യപ്പെടുകയാണ്. നമ്മൾ പോയിസൺ ബ്രെഡിനകത്ത് മാധവൻ്റെ പോയിസൺ ബ്രെഡിനകത്ത് മാധവയ്ക്ക് സംഭവിക്കുന്ന പോലെ തന്നെ ആ ഒരു റൈറ്റ്സ് ഡിനൈ ചെയ്യുന്ന സമയത്ത് ഇവളുടെ മനസ്സിൽ ഇൻഫ്ലെയിംഡ് ഫീലിങ്സ് ആണ്. അതായത് തിളച്ച് നിൽക്കുകയാണ്. എന്ത് സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും ഈ ഒരു തിളച്ച് നിൽക്കുന്ന ഫീലിങ്സിനെ അവൾക്ക് തണുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, why was the author inflamed upon listening to her mother's story? Because every time their rights are denied. അവരെ ഒരു മനുഷ്യരെ പോലെ കാണുന്നില്ല, they are neglected. ഈ ഒരു ഡെലിറ്റ്സിനെ പോലെ തന്നെയൊക്കെയാണ് അവരെന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ്. വൈറ്റ്സിന് കൾച്ചർ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട്, നേറ്റീവ് അമേരിക്കൻസ് ആയതുകൊണ്ട് തന്നെ റിസർവേഷനിലൊക്കെ താമസിക്കുന്നവരാണ്. അവരെ എന്ത് ചെയ്യുന്നു, ദേ ആർ ഹൈലി നെഗ്ലക്റ്റഡ് എന്ന് പറയുന്നുണ്ട് നേറ്റീവ് അമേരിക്കൻസിൻ്റെ. അപ്പം ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നൗ സിൽക്കലാസ tries to preserve the native culture of her community, but she sternly rejects the Anglo-American culture. So അതാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓൾസോ വെരി ഈസി ക്വസ്റ്റ്യൻ ആൻസർ കമ്പയറിങ് ടു ദി ഷോർട്ട് സ്റ്റോറി. വളരെ ഈസിയാണ്. അപ്പോൾ അല്ലാത്തതിനെ ഡിസ്കസ് നമ്മൾ ഓൾറെഡി ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഡു സ്റ്റഡി, and if you have any doubts you can just ask me. Thank you so much for listening.